പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ശാപങ്ങൾ എന്നതാണ്. അനേക ക്രിസ്ത്യാനികളും പതിവായി പള്ളിയാരാധനയിൽ സംബന്ധിക്കുകയും ഉത്തമ ജീവിതം നയിക്കുവാൻ ഹൃദയപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എത്ര കണ്ട് ശ്രമിച്ചാലും സകലവും തകരുന്നു. എത്രയധികം പരിശ്രമിച്ചാലും യാതൊന്നും ഗുണമാകുന്നില്ല. അസംഖ്യം കുടുംബങ്ങൾ മാനസിക രോഗം, ആത്മഹത്യകൾ, മദ്യപാനം, ശാരീരിക രോഗം, വിവാഹമോചനം, ദാരിദ്ര്യം തുടങ്ങിയ ദുരിതാവസ്ഥകളാൽ കഷ്ടപ്പെടുന്നവരാണ്. ഇത്തരം വിഷമഘട്ടങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ചിലപ്പോൾ ശാപമായിരിക്കാം ഇതിന് കാരണം. ശാപം എന്നാൽ എന്താണ്? ഒരു വ്യക്തിയിൽ നാശമോ പരിക്കോ സംഭവിച്ചു കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയോ, പ്രാകുന്നതിന്റെ ഫലമായി സംഭവിക്കുന്ന തിന്മയോ, ദൗർഭാഗ്യമോ, പ്രതികാര അനുഭവമോ, വലിയ ഉപദ്രവമോ, ദുരന്തമോ വരുത്തി വയ്ക്കുന്നതിന് കാരണമാകുന്ന സംഗതി. ഒരാളുടെ മേൽ ശാപവാക്കുകൾ വർഷിക്കുന്നതിന്റെ ലക്ഷ്യം ആ വ്യക്തിക്ക് കെടുതിയും നാശവും ഉണ്ടാക്കുക എന്നതാണ്. ചിലപ്പോൾ അത് മരണം വരെ സംഭവിപ്പിക്കുന്നതാകാം. അജ്ഞതയിലും പാപത്തിലും തുടരുന്നു എങ്കിൽ ദൈവജനം കഷ്ടപ്പെടുമെന്നും ഒടുവിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെടുമെന്നും ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ശാപങ്ങളുടെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ്. അവരുടെ മേൽ ശാപങ്ങൾ ആവാഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന സംഗതി അവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവയെ കൈകാര്യം ചെയ്യുവാൻ കഴിയാതെ ക്ലേശങ്ങളും ദുരിതങ്ങളും തുടർച്ചയായി സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാതെ അവർ അമ്പരയ്ക്കുന്നു. 3 തരം ശാപങ്ങൾ ഉണ്ട്. ഒന്നാമതായി ദൈവത്തിൽ നിന്നുള്ള ശാപങ്ങൾ. രണ്ടാമതായി ശപിക്കുവാൻ നിയമപരമായി അവകാശമുള്ളവയായി സാത്താനിൽ നിന്നും അവന്റെ സേവകരിൽ നിന്നും വരുന്ന ശാപങ്ങൾ. മൂന്നാമതായി നിയമപരമായി അവകാശമില്ലാതെ സാത്താനിൽ നിന്നും അവന്റെ സേവകരിൽ നിന്നും വരുന്ന ശാപങ്ങൾ. ഇവയിൽ ആദ്യത്തെ 2 തരം ശാപങ്ങളും തകർക്കപ്പെടണമെങ്കിൽ അതിന് കാരണമായ പാവങ്ങളെ അനുദപിച്ച് ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ട ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിഷ്പ്രയാസം തകർക്കുവാൻ കഴിയും. പാരമ്പര്യമായി കൈമാറി വരുന്ന ശാപങ്ങൾ ഉണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരുടെയും പൂർവികരുടെയും പാപത്തിന്റെ പേരിൽ ദൈവം നിങ്ങളെ നരകത്തിലേക്ക് അയക്കുമോ? ഇല്ല. പക്ഷെ അവരുടെ പാപങ്ങളും അതിൻ ഫലമായി ഉണ്ടാകുന്ന ശാപങ്ങളും യേശുക്രിസ്തുവിലൂടെ അവയെ നിങ്ങൾ കൈകാര്യം ചെയ്യാത്തിടത്തോളം കാലം അത് നിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും. ശാപം വരുന്ന മറ്റൊരു വഴി ശാപഗ്രസ്തമായ സമ്മാനങ്ങളിലൂടെ ആണ്. സാത്താൻ സേവക്കാർ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം പണത്തിൽ ശാപം ആവാഹിച്ച് അത് ആർക്കെങ്കിലും നൽകും. ആ പണം സ്വീകരിക്കുന്നവർക്ക് ശാപം വരാം. ശാപം വരാനുള്ള വേറൊരു വഴി സാത്താനെ പരിഹസിക്കുന്നത് ആണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാത്താനെതിരായി നിൽക്കുവാൻ നമുക്ക് ആവില്ല. യേശുക്രിസ്തുവിന്റെ ശക്തി മാത്രമാണ് അവനെതിരായി നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. അത് നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. ശാപം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ശാപം ഒരു അന്ധവിശ്വാസമാണ്. ശാപം ഒരു അന്ധവിശ്വാസമല്ല, ശാപം ഒരു സത്യമാണ്. ബൈബിളിൽ നിന്ന് ഞാനിത് വ്യക്തമാക്കാം. ശാപത്തെക്കുറിച്ച് ബൈബിളില് പല ശാപങ്ങളെ കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ കേൾക്കാത്ത
മറ്റൊരു ശാപത്തെ കുറിച്ചാണ് ഞാൻ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ദൈവശാപമാണ്. പലരും ചോദിക്കും, ദൈവം സ്നേഹമല്ലേ, ദൈവത്തിന് ശപിക്കാൻ പറ്റുമോ എന്ന്. ഞാനിത് ബൈബിളിൽ നിന്ന് വ്യക്തമാക്കാം. ബൈബിളിൽ ദൈവം പറയുന്ന വളരെ വ്യക്തമായ ഒരു വചനമുണ്ടല്ലോ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഈ വചനം നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ആ ശപിക്കും എന്ന് പറയുന്നത് പിശാചിന്റെ ശാപമല്ല. അത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു, അത് ദൈവത്തിന്റെ ശാപമാണ് എന്ന്. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന രംഗം പുതിയ നിയമത്തിലുണ്ട്. അപ്പൊ നമ്മുടെ കർത്താവ് ദൈവമാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. അപ്പൊ ദൈവം അത്തിവൃക്ഷത്തെ ശപിച്ചു. ആ ശാപത്തിന്റെ ഫലം എന്താണെന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കർത്താവ് ശപിച്ചപ്പോൾ തന്നെ ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ അഭിഷിക്തര് ശപിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശാപമാണ്. ബൈബിളില് ദാവീദ് രാജാവ് ദൈവത്തിന്റെ ശക്തിയേറിയ അഭിഷിക്തനായിരുന്നു. ദാവീദ് രാജാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മലയെ ശപിക്കുന്നതായിട്ട് ബൈബിളിലുണ്ട്. അവിടെ ഒന്നും ഉണ്ടാവരുത് എന്നായിരുന്നു ദാവീദ് രാജാവ് ശപിച്ചത്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും ആ മലയിൽ എന്തെങ്കിലും നട്ടു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവുകയില്ല. അവിടെയുള്ള മണ്ണ് മാറ്റിയിട്ടിട്ട് വേറെ മണ്ണ് കൊണ്ടിട്ടിട്ട് നട്ടു നോക്കി, എന്നിട്ടും അവിടെ ഒന്നും പിടിക്കുകയില്ല. ദൈവത്തിന്റെ അഭിഷിക്തൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശപിച്ച, ദാവീദ് രാജാവ് ശപിച്ച ആ ശാപം ഇപ്പോഴും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ശാപത്തിന് നല്ല ശക്തിയുണ്ട് എന്ന് ഉറപ്പാണ്. ഇനി നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വായ്പ വാങ്ങിയിട്ട് നമുക്കത് കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ടും അത് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ ശാപം അതിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ആ പൈസയുടെ മുകളിൽ മാത്രമായിരിക്കില്ല ശാപം തന്നെ. നമുക്ക് എന്തോ ഒരു സമ്പത്തുണ്ടോ അതിലെല്ലാത്തിനും ആ ശാപം വരും. അത് തലമുറയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇനി ശാപത്തിന് എന്താണ് ഒരു പരിഹാരം? ശാപത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ കർത്താവ് കുരിശില് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തു കഴിഞ്ഞപ്പോൾ ശാപം കുരിശിൽ ഏറ്റെടുത്തു എന്ന് ഉറപ്പാണ്. അപ്പൊ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് കുരിശില് ശാപം ഏറ്റെടുത്തല്ലോ, പിന്നെ ശാപം ഉണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നമ്മുടെ കർത്താവ് കുരിശില് നമ്മുടെ പാവങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ പാവങ്ങൾ മുഴുവൻ കർത്താവ് കുരിശിൽ ഏറ്റെടുത്ത് മരിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മരണശേഷം ആൾക്കാര് നരകത്തിൽ പോകുന്നത്? മരണശേഷം ആൾക്കാരെല്ലാവരും സ്വർഗത്തിലോട്ടല്ലേ പോകേണ്ടത്? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നരകത്തിലോട്ട് പോകുന്നത്? ഇതുപോലെ തന്നെയാണ് ശാപവും. ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ കർത്താവിന്റെ കുരിശിൽ സമർപ്പിച്ച് അത് മാറ്റിയില്ലെങ്കിൽ, അതുപോലെ തന്നെ ശാപത്തിന് കാരണമായ പാവങ്ങൾ നമ്മൾ പശ്ചാത്തപിച്ച് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ആ ശാപം നമ്മുടെ മേൽ നിൽക്കും. അതുപോലെ തന്നെ പാവവും അതുപോലെ തന്നെയാണ്. നമ്മൾ കർത്താവ് കുരിശിൽ മരിച്ചു എന്നും പറഞ്ഞ് നമ്മൾ നിറയെ പാവം ചെയ്തുകൊണ്ടിരുന്നാല് മരിച്ചു കഴിയുമ്പോൾ 100% നമ്മൾ നരകത്തിലോട്ട് തന്നെ പോകും. അതുകൊണ്ട് കർത്താവ് കുരിശില് പാപവും ശാപവും ഒക്കെ ഏറ്റെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെല്ലാം വലിയ ബന്ധമുണ്ട്. ആരെങ്കിലും നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ ഏക്കുമോ എന്ന് ചോദിച്ചാല് ബൈബിൾ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മനം നൊന്ത് ശപിച്ചാല് സൃഷ്ടാവ് അത് കൈക്കൊള്ളും എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളെ മറ്റുള്ളവർ ശപിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും കാരണവശാല് നമുക്ക് ഒരു കാരണമില്ലാതെയാണ് അവർ നമ്മളെ ശപിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഏൽക്കുകയില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അകാരണമായ ശാപം ഏൽക്കുകയില്ല എന്ന് ബൈബിളിൽ വചനമുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ശാപം നമുക്ക് ഏൽക്കും എന്ന് ഉറപ്പാണ്. ഇപ്പൊ ഒരാള് നമ്മളെ ശപിച്ചു കഴിഞ്ഞാല് ആ ശാപം നമ്മൾ മാറ്റിയില്ലെങ്കിൽ തലമുറ തോറും ആ ശാപം നിലനിൽക്കും. അതാണ് ഈ പൂർവികരുടെ പാപത്തിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ, അതിൽ അവര് വല്ല ശാപമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശാപം തലമുറ നിലനിൽക്കും, അത് മാറ്റിയില്ലെങ്കിൽ എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ശാപം നമ്മളെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ക്രിസ്ത്യാനികളാണെങ്കിൽ പാപം, അതിന് കാരണമായ പാപം ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുക. മറ്റു മതസ്ഥരാണെങ്കിൽ ദൈവത്തോട് നേരിട്ട് പാപം ഏറ്റു പറയുക. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ശപിച്ചു എന്നോർത്ത് നമ്മുടെ തെറ്റില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ കയ്യിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ട്, ശരിയായ ശാപമാണെങ്കിൽ നമ്മൾ അതിന് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും പൈസ മേടിച്ചെടുത്തിട്ട് തിരിച്ചു കൊടുക്കാതെ കിട്ടിയേക്കണ ശാപമാണെങ്കിൽ ആ പൈസ നമ്മൾ എത്രയും പെട്ടെന്ന് അവന് തിരിച്ചു കൊടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ മാപ്പ് പറയേണ്ടതാണ്. അല്ലെങ്കിൽ ആ ശാപം തലമുറ നിലനിൽക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് വല്ലവരുടെയും പൈസ മേടിച്ചിട്ട് അത് നമുക്കൊരു അനുഗ്രഹമാണെന്നോർത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാല് ആ ശാപം തലമുറ നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പൈസ മേടിച്ചിട്ട് കൊടുക്കാത്ത ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ശാപം വരാതിരിക്കണമെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് ദൈവത്തോട് മാപ്പ് പറയുകയും ആവാം. അതുകൊണ്ട് ശാപം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നമ്മളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് നമ്മൾക്ക് ക്ഷമ യാചിക്കാം. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവും ശാപവും, പൊറുക്കാൻ പറ്റാത്ത ഒരു ശാപവും ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള ഒരു വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് ശാപം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും കാരണവശാല് നമുക്ക് ഒരു ശാപം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് അതിനെ കാഴ്ചവെക്കുകയും നമ്മളാ ചെയ്ത പാപം ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുകയും ചെയ്യുക. ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ ഉരുമട്ടുള്ള ശാപങ്ങള്, ഉരുമട്ടെന്നല്ല എല്ലാ ശാപങ്ങളും ദൈവത്തിന് ക്ഷമിക്കാനും മാറ്റാനും പറ്റും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.